ഈ മതിയായ രീതിയിൽ പര്യാപ്തമായ തെളിവുകൾ, അതായത് ദിലീപ്, എട്ടാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ള മറ്റ് 4 പേർക്കുമെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ ശരിയായ രീതിയിൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല പ്രോസിക്യൂഷന് എന്നതാണ് കണ്ടെത്തലെങ്കിൽ, ഇന്ന് ഈ കേസിന്റെ വാദം നടക്കുന്ന, ശിക്ഷാവിധിക്ക് മുന്നോടിയായി നടക്കുന്ന വാദം നടന്ന സമയത്ത് ഇതിലെ 3-ാം പ്രതിയായ മണികണ്ഠന്റെ അഭിഭാഷകൻ പറയുന്നുണ്ട്, 1-ാം പ്രതി പൾസർ സുനിയും 8-ാം പ്രതി ദിലീപും, 8-ാം പ്രതിയായിരുന്ന ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാക്കി പ്രതികൾക്ക് എങ്ങനെ ഇത് ബാധകമാകും എന്ന ഒരു ചോദ്യം മണികണ്ഠന്റെ അഭിഭാഷകൻ കോടതി മുൻപാകെ ഉയർത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ കേസിന്റെ തുടർ നടപടികളിലേക്ക് ഇപ്പോൾ അപ്പീൽ പോകാൻ സർക്കാർ ആലോചിക്കുന്നു. സ്വാഭാവികമായും ഉന്നത കോടതികളിലേക്ക് ഇതിന്റെ നിയമ നടപടികൾ തുടരുകയാണെങ്കിൽ വളരെ പ്രസക്തമായി മാറാവുന്ന ഒരു ചോദ്യമായിരിക്കില്ലേ ഇത്? ജിക്ക്, അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം കോടതി വളരെ ഖണ്ഡിതമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിലെ ഗൂഢാലോചന നടത്തിയത് പൾസർ സുനിയാണ്. ഇതിലെ 1 മുതൽ അല്ലെങ്കിൽ 2 മുതൽ 6 വരെയുള്ള പ്രതികളുമായി ബന്ധമുള്ളത് പൾസർ സുനിക്കാണ്. പൾസർ സുനിയാണ് അവരെ കുറ്റകൃത്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. പൾസർ സുനിക്ക് മുകളിൽ ഏതെങ്കിലും ഒരു ഗൂഢാലോചന നടന്നുവെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല നമ്മൾ ഈ പറയുന്ന സമയം വരെ. ഇനി ആ ജഡ്ജ്മെന്റിൽ കോടതി എന്തെങ്കിലും പരാമർശം ആ വിഷയത്തിൽ നടത്തുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ മണികണ്ഠന്റെ അഭിഭാഷകൻ ചോദിച്ചത് ഈ കുറ്റപത്രത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ചോദ്യമാണ്. വിചാരണ കോടതിയിൽ വാദം പൂർത്തിയായി വിധി പറഞ്ഞ കേസിൽ ഇനി ആ ചോദ്യം പ്രസക്തമല്ല. കാരണം അവിടുത്തെ ഗൂഢാലോചനയുടെ കേന്ദ്രം എന്നത് പൾസർ സുനിയാണ്. പൾസർ സുനിയും 2ഉം 3ഉം 4ഉം 5ഉം 6ഉം പ്രതികളും തമ്മിലാണ് ബന്ധം. അവിടെ 8-ാം പ്രതി കുറ്റമുക്തനാക്കപ്പെട്ടു. ആ 8-ാം പ്രതിക്ക് ഈ പൾസർ സുനിയുമായോ ഈ കേസിലെ മറ്റു പ്രതികളുമായോ ബന്ധമുണ്ട് എന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോടതിയുടെ ഒരു നിഗമനം. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ ഒട്ടും പ്രസക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിലെ ഗൂഢാലോചനയുടെ കേന്ദ്രം പൾസർ സുനിയാണ് എന്നത് അത് വിചാരണ കോടതി സമർത്ഥിക്കുന്നുണ്ട്. ഇതിലെ ഗൂഢാലോചന നടത്തിയത് അതിൽ ഒരാൾ പൾസർ സുനിയാണ് എന്ന കാര്യത്തിൽ പ്രോസിക്യൂഷനും സംശയമൊന്നുമില്ല. പക്ഷേ ആ പൾസർ സുനിക്ക് ഗൂഢാലോചന നടത്താൻ പ്രേരക ശക്തിയായി പ്രവർത്തിച്ച ഒരു വലിയ ശക്തി അതുണ്ട്. അതാണ് നിയമത്തിന് മുന്നിൽ വന്നിട്ടില്ല എന്ന് ഇന്ന് കോടതി പറഞ്ഞത്. അത് 8-ാം പ്രതിയായിരുന്ന പിന്നീട് ഒഴിവാക്കപ്പെട്ട ദിലീപിനെ ഉദ്ദേശിച്ചാണോ അതോ മറ്റെന്തെങ്കിലും മനസ്സിൽ വെച്ചാണോ എന്നറിയില്ല. പക്ഷേ അപ്പോഴും കോടതിയുടെ മുന്നിൽ കോടതി കണ്ടെത്തിയ കോടതിയുടെ ഫൈൻഡിങ്സ് എന്നത് ഇതിലെ 1-ാം പ്രതി പൾസർ സുനിയാണ് ഗൂഢാലോചന നടത്തിയത്. അയാൾക്ക് മുകളിലുള്ള 2 മുതൽ 6 വരെയുള്ള പ്രതികളുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ 6-ാം പ്രതിക്ക് 8-ാം പ്രതിയുമായി ബന്ധമില്ല എന്ന വാദം നിലനിൽക്കില്ല. 6-ാം പ്രതിയായ പ്രദീപിന്, അല്ലെങ്കിൽ 5-ാം പ്രതിയായ സലീമിന്, അല്ലെങ്കിൽ 3-ാം പ്രതിയായ മണികണ്ഠന്, 4-ാം പ്രതിയായ വിജീഷിനൊക്കെ ബന്ധമുള്ളത് 1-ാം പ്രതിയായ പൾസർ സുനിയുമായാണ്. അതുകൊണ്ട് പൾസർ സുനിയും മറ്റു പ്രതികളും തമ്മിലുള്ള ബന്ധം ഇവിടെ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കുള്ള ശിക്ഷ അതിന്മേൽ കിട്ടും. വിജയകുമാർ, മറ്റ് 2 കോടതി ഇടപെടലുകൾ കൂടി ഇന്നുണ്ടായതിൽ പ്രസക്തമായതായി തോന്നുന്നത്, ഒന്ന്, കോടതി ഒരു ഘട്ടത്തിൽ പറയുന്നു, കേസ് തുടങ്ങിയ കാലം മുതൽ അനാവശ്യമായ കാര്യങ്ങൾ നിക്ഷിപ്ത താല്പര്യത്തിന്റെ പേരിൽ കോടതിക്ക് അകത്തും പുറത്തും പലരും ഉന്നയിച്ചു എന്ന ഒരു വിമർശനം കോടതി ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹം അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന പ്രോസിക്യൂഷൻ പറയുമ്പോൾ സമൂഹത്തിന് വേണ്ടിയാണോ വിധി പറയേണ്ടത് എന്നൊരു മറുചോദ്യവും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് വിധി വന്ന ശേഷവും സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചേരിതിരിഞ്ഞുള്ള അഭിപ്രായ പ്രകടനങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ തുടരുന്ന പശ്ചാത്തലത്തിൽ കോടതിയുടെ ഈ ഇടപെടലിന് പ്രസക്തിയില്ലേ? ഉറപ്പായും ഉണ്ട്. ഇനിയിപ്പോൾ ഏതാണ്ട് 4 മിനിറ്റ് മാത്രമേ ഉള്ളൂ ശിക്ഷാ പ്രഖ്യാപനത്തിന്. പക്ഷേ അപ്പോഴും കോടതി തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയ മുന്നറിയിപ്പ് സ്വഭാവത്തിലുള്ള പരാമർശങ്ങളുണ്ട്. അത് അങ്ങേറ്റം ഗൗരവതരമാണ്. ഈ നടിയെ ആക്രമിച്ച കേസിൽ മാധ്യമങ്ങളിൽ നടന്ന ചർച്ചകൾ, അത് നടന്നുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 6-7 വർഷമായി പല ഘട്ടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ, അഭിഭാഷകരുടെ പ്രതികരണങ്ങളൊക്കെ ഇത്തരമൊരു പരാമർശം നടത്താൻ കോടതിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. മറ്റൊന്ന്, ഇതിൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ കെട്ടുകഴിവില്ലാത്ത തരത്തിൽ വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിയെ വരെ ഈ അതിജീവിതയ്ക്ക് സമീപിക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതൊക്കെയാണ് ഇത്തരം ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തത്. അപ്പോൾ 2 തരത്തിലാണ്. ഒന്ന്, ഇത്തരം ചർച്ചകൾ ഈ കേസിൽ നടക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. അത് എന്താണെന്നുള്ളത് ഒരു പക്ഷേ എല്ലാവർക്കും അറിയാം. ഈ കേസിൻ്റെ അസാധാരണ സ്വഭാവവും പിന്നീട് വിചാരണയുടെ ഘട്ടങ്ങളിലടക്കം ഉണ്ടായ അസാധാരണ സ്വഭാവമൊക്കെ അതിന് കാരണമായിട്ടുണ്ട്. അത് കോടതിക്ക് സ്വതന്ത്രമായ നീതി നിർവഹണത്തിന് അസാധ്യമായിരുന്നോ എന്നത് കോടതിയാണ് പരിശോധിച്ച് ഒരു നിഗമനത്തിലെത്തേണ്ടത്. അത്തരം മാധ്യമ ചർച്ചകളും സമൂഹ മാധ്യമ ഇടപെടലും പ്രതികരണങ്ങളും സ്വതന്ത്രമായ നീതി നിർവഹണത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലയ്ക്ക് വിചാരണ കോടതിക്ക് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാവുന്നതാണ്. അങ്ങനെ ചില മാധ്യമങ്ങൾക്കെതിരെ കോടതിയുടെ ചില കോടതിയലക്ഷ്യ നടപടികളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് ആ കോടതിയുടെ തീരുമാനമാണ്. ആ കോടതിക്ക് അത്തരം തരത്തിൽ
ഈ സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണ നടത്തുന്നതിന് വിഘാതമായി ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ ചില ഏജൻസികൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ആ കോടതിക്ക് അതിന് തക്കതായ തരത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാവുന്നതാണ്. അതിന് ഹർജി പോലും വേണ്ട, സ്വമേധയാ ആ കോടതിക്ക് അത്തരം നടപടികൾ സ്വീകരിക്കുന്നത്. വിജയകുമാർ, ഇതിനകത്ത് നേരത്തെ വിജയൻ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കുറ്റകൃത്യം നടത്തിയ ആൾ, നേരിട്ട് ഇതിൽ പങ്കാളിയായ ആൾ എന്ന നിലയിൽ മാത്രമല്ല, ഇതിലെ ഗൂഢാലോചനയുടെ കേന്ദ്രവും അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്ര ബിന്ദുവും ഈ ഒന്നാം പ്രതിയായ പൾസർ സുനിയാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തിയിട്ടുണ്ട്. കോടതി ഇന്ന് ആ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റു പ്രതികൾ, ഇപ്പോൾ ഇതിനകത്ത് പ്രതി ചേർക്കപ്പെട്ട ഒരാൾ പറഞ്ഞത്, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് മണികണ്ഠനാണ് എന്നാണ്. അതിൽ മണികണ്ഠൻ പറഞ്ഞൊരു ഭാഗം, മണികണ്ഠൻ്റെ അഭിഭാഷകൻ പറഞ്ഞൊരു ഭാഗം, മറ്റു പ്രതികളുമായി കൂടിയിരുന്ന് സംസാരിച്ചിട്ടില്ല, ഞാൻ മനസ്സറിഞ്ഞ് ചെയ്തിട്ടില്ല, എനിക്ക് ഭാര്യയും 2 കുട്ടികളുമുണ്ട്, താൻ മാത്രമാണ് അവർക്ക് ഏക ആശ്രയം, എന്നോടും കുടുംബത്തോടും കോടതിക്ക് അലിവ് തോന്നണം എന്നാണ് മണികണ്ഠൻ്റെ അഭിഭാഷകൻ കോടതിയോട് പറഞ്ഞത്, കോടതി മുൻപാകെ പറഞ്ഞത്. അപ്പോൾ ഈ കേസിൽ അതായത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയായ ആൾ എന്ന നിലയിൽ പൾസർ സുനി ഇതിലെ കൂട്ടബലാത്സംഗം അടക്കമുള്ള ഈ 10 കുറ്റങ്ങളും ഏൽക്കേണ്ടയാൾ, മറ്റവർ കണ്ണികളായി പ്രവർത്തിച്ചവർ, അവർക്ക് നേരിട്ട് ഇതിൽ പങ്കില്ല എന്ന നിലയിൽ അവർക്ക് ശിക്ഷാ ഇളവ് കിട്ടാനുള്ള സാധ്യതയും സാഹചര്യവും ഇന്ന് ഈ പ്രതിഭാഗത്തുണ്ടായിട്ടുള്ള വാദമുഖങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ടോ? അങ്ങനെ കരുതാണമോ? അജിക്ക് ഈ ഗൂഢാലോചനയുടെ മജ്ജയും മാംസവും കോടതിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് ഈ ഒന്നാം പ്രതിയായ പൾസർ സുനി തന്നെയാണ്. അത് കോടതി പലതവണ ഇന്നത്തെ ഈ ശിക്ഷയിന്മേലുള്ള വാദത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. അത് അവിതർക്കിതമായി കോടതി അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും അയാൾ നടത്തിയ ഗൂഢാലോചനയിൽ മറ്റു പ്രതികൾ എങ്ങനെ അതിൻ്റെ ഭാഗമായി എന്നത്, അതിപ്പോൾ ഒരേ കുറ്റം ചുമത്തി ഒരേ വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടെത്തി എന്നതുകൊണ്ട് എല്ലാവർക്കും ആ ശിക്ഷ തന്നെ നൽകണമെന്നില്ല. അതിൽ വേണമെങ്കിൽ ഭേദഗതികൾ വരുത്താവുന്നതാണ്. പല സാഹചര്യം, ഭൗതിക സാഹചര്യം ഉൾപ്പെടെ കേസിൻ്റെ മെറിറ്റിലേക്ക് കടന്നിട്ടൊക്കെ നോക്കി കോടതിക്ക് വേണമെങ്കിൽ അതിൽ ഇളവുകൾ കൊടുക്കാവുന്നതാണ്. ഇതിൽ പല പ്രതികളും 6-7 വർഷത്തോളം വിചാരണ തടവ് അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ശിക്ഷയിൽ പ്രതിഫലിക്കാവുന്ന ഘടകങ്ങൾ തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതിൽ ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ ഈ പ്രതി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് പ്രോസിക്യൂഷന്റെ ഫൈൻഡിങ്സ് വിചാരണ കോടതി ശരിവെക്കുകയാണ്. ആ ഘട്ടത്തിൽ പറയാത്ത വാദം ഇപ്പോൾ ഇനി വിചാരണ കഴിഞ്ഞ് വിധിയും പറഞ്ഞ് ശിക്ഷാ പ്രഖ്യാപനത്തിൻ്റെ ആ മണിക്കൂറിൽ പറയുന്നതിൽ യുക്തിയില്ല എന്നത് പറയാം. അത് ഒരു കോടതി മുറിയിൽ പറയുന്ന കാര്യം എന്നതിനപ്പുറത്തേക്ക് മറ്റു തരത്തിലുള്ള പ്രാധാന്യം അതിനില്ല. അയാൾ ഈ ഗൂഢാലോചനയുടെ ഈ ക്രൈം സീനിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിൻ്റെ അതിൻ്റെ വലിയ ക്യാൻവാസിൽ അയാളുടെ വിരലടയാളം ഉണ്ടായിരുന്നു എന്നത് ഇവിടെ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അയാൾക്കും ഈ 120B കൂട്ടബലാത്സംഗവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അയാൾക്കുമേൽ സംശയാതീതമായി തെളിയിക്കപ്പെടുന്നത്. ആ ഘട്ടത്തിൽ, വിചാരണയുടെ ഘട്ടത്തിൽ തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെ വിശകലനം ചെയ്യുന്ന ഘട്ടത്തിൽ ഉന്നയിക്കേണ്ട ഒരു വാദമാണ് ആ പ്രതിയുടെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചത്. അതുകൊണ്ട് അത് വിചാരണ പൂർത്തിയായി വിധി പറഞ്ഞ ഒരു കേസിൽ ശിക്ഷാ പ്രഖ്യാപനത്തിലേക്ക് കടക്കുമ്പോൾ അത്തരം വാദങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന് തോന്നുന്നില്ല. അത് കോടതിയിൽ പറയുന്ന ഒരു ന്യായം എന്നതിനപ്പുറത്തേക്ക് ഈ ഘട്ടത്തിൽ ഈ വിഷയങ്ങൾ, ഇപ്പോൾ ഈ അഭിഭാഷകൻ പറഞ്ഞ ഞാൻ ആ സീനിൽ ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇഴകേറി പരിശോധിച്ചതാണ് വിചാരണയുടെ ഘട്ടത്തിൽ. അത് ആ സമയത്താണ് അത്തരം വാദങ്ങൾ ഉന്നയിക്കേണ്ടത്. ഇനിയും അതിൻ്റെ സമയം കഴിഞ്ഞു. വിധി പ്രഖ്യാപിച്ചു, കുറ്റക്കാരാണെന്ന് കണ്ടെത്തി, പ്രോസിക്യൂഷന്റെ ചാർജുകൾ നിലനിൽക്കുമെന്നും പറഞ്ഞു. ബാക്കി ശിക്ഷയുടെ കാര്യത്തിലാണ്. അതിൽ വിചാരണ കോടതിക്ക് എന്തെങ്കിലും ദയവ് തോന്നി ഏതെങ്കിലും ഒരു പ്രതിക്ക് ഇളവ് നൽകുന്നുവെങ്കിൽ അതിന് നിയമപരമായ പ്രാബല്യത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അതുണ്ടെങ്കിൽ അയാൾക്ക് ആ ഇളവ് കിട്ടും, അതല്ലെങ്കിൽ അയാൾക്കും കിട്ടും ഈ പറയുന്ന ജീവപര്യന്തവും തത്തുല്യ വകുപ്പുകൾ പ്രകാരമുള്ള മറ്റ് ശിക്ഷയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.